നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ ബാലൻ ഡ്യൂർ ആർക്കായിരിക്കും എന്നുള്ളത് ആരാധകരെ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുകയാണ്. ഒക്ടോബർ 28-നാണ് ബാലൻ ഡ്യൂർ പുരസ്കാരം സമ്മാനിക്കുക. എന്നാൽ സെപ്റ്റംബർ 4-ന് അതിൻ്റെ നോമിനേഷൻ ലിസ്റ്റ് പുറത്തു വരികയും ചെയ്യും. എല്ലാവരും ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുന്നു. അപ്പോൾ 2023-24 സീസണിൽ ഈ ബാലൻ ഡ്യൂറിനായിട്ട് സാധ്യത കണക്കാക്കുന്ന താരങ്ങളിൽ അതിൽ ഫേവറേറ്റുകളായിട്ടുള്ള 10 താരങ്ങൾ അവരുടെ റേറ്റിംഗ് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ sofascore.com. സോഫാസ്കോറിൻ്റെ കണക്കാണ്. അത് ദേശീയ ടീമിനും ക്ലബിനുമായിട്ട് പോയ സീസണിൽ കളിച്ചതിൻ്റെ ആവറേജ് റേറ്റിംഗ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ആരാണ് ഈ റേറ്റിംഗിൽ ഒന്നാമതുള്ളത് എന്ന്. ആവറേജ് സോഫാസ്കോർ റേറ്റിംഗ് ഓഫ് ദി കറണ്ട് ബാലൻ ഡ്യൂർ ഫേവറേറ്റ്സ് ഇൻ കോമ്പറ്റീറ്റീവ് അപ്പിയറൻസ് ഫോർ ക്ലബ് ആൻഡ് കൺട്രി ഇൻ 2023-2024. അതിൽ 10-ാം സ്ഥാനത്ത് അവർ കൊടുക്കുന്നത് ഡാനി കർവാഹലാണ്. ഈ 7.28 അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ആവറേജ് റേറ്റിംഗ് എങ്കിൽ 9-ാം സ്ഥാനത്താണ് ലാമിൻ യമാൽ ഉള്ളത് 7.3. പിന്നെ 8-ാം സ്ഥാനത്താണ് വിനി ജൂനിയർ, അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന റേറ്റിംഗ് 7.41. 7-ാം സ്ഥാനത്ത് ഹാരി കെയ്ൻ 7.59 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് എങ്കിൽ 6-ാം സ്ഥാനത്ത് ടോണി ക്രൂസ് 7.6 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. ഫിൽ ഫോർഡൻ 5-ാം സ്ഥാനത്ത് വരുന്നു, 7.68 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് എങ്കിൽ 4-ാം സ്ഥാനത്ത് ജൂഡ് ബെല്ലിംഗാം 7.86 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. 3-ാം സ്ഥാനത്ത് റോഡ്രി 7.87 റേറ്റിംഗ്. 2-ാം സ്ഥാനത്ത് കിലിയൻ എംബാപ്പെ 7.91 റേറ്റിംഗ്. 1-ാം സ്ഥാനത്ത് ലയണൽ മെസ്സി 7.93 റേറ്റിംഗ്. ഇത് ഈ ഒരു കാലയളവിൽ നടത്തിയിട്ടുള്ള പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള റേറ്റിംഗ് ആണ്. ഓരോ ലീഗ് ആകുമ്പോൾ അതിൻ്റെ ടഫ്നെസ്സും മറ്റു കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്തായാലും ഇത്തവണ ആർക്ക് ബാലൻ ഡ്യൂർ ലഭിക്കും എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. വിനി ജൂനിയറും റോഡ്രിയും ബെല്ലിംഗാമും ഒക്കെയാണ് ഇപ്പോൾ ഏറ്റവും അധികം സാധ്യതയുള്ള താരങ്ങളായിട്ട് എല്ലാവരും കാണുന്നത്. ബാക്കി കാര്യങ്ങൾ കണ്ടറിയണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.